ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചലഞ്ചാണ്, അതും നമ്മളുടെ സ്പൈസി നൂഡിൽ ചലഞ്ച്. ഇത് നമ്മുടെ ബ്രദേഴ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ സിസി ഉണ്ട്. നമുക്ക് എല്ലാവരും കൊണ്ടും ഇത് തീറ്റിക്കാം, ഞാനും കഴിക്കാം. എന്നിട്ട് നമുക്കിത് ചലഞ്ചായിട്ട് എടുക്കാം. പിന്നെ ഇത് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആക്ച്വൽ രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെ കുക്ക് ചെയ്യണമെന്നല്ല നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതാണ് അപ്പോൾ നമ്മുടെ സ്പൈസി നൂഡിൽസ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. പിന്നെ ഇത് മേടിക്കണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം. ഇതിൽ 5 പാക്സ് ആണ്. ഇത് 5 പാക്കറ്റ്. ഇതാണ് ആ നൂഡിൽസ് 3x സ്പൈസി. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ കുക്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു. അതിനകത്ത് എന്തെങ്കിലും നോക്കൂ. 5 ഗ്രാമിന് ഇല്ല, ഇത് 10 ഗ്രാമിൻ്റെ ഫ്ലേക്ക് ഞാൻ കാണിച്ചു തരാം. ഇത് 4 ഗ്രാമിന്റെ ഒരു സോസ്. ഇതാണ് നമ്മുടെ സ്പൈസി സോസ്. ഗാർണിഷ് നൂഡിൽ പോട്ടെ. ഇതാണ് 3x സ്പൈസി നൂഡിൽസ്. നൂഡിൽസിലല്ല കാര്യം, ഈ സോസിലാണ് കാര്യം. കണ്ടില്ലേ, റെഡ് കളർ ബ്ലാക്ക് കളർ പേടിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോ ഞാൻ ഇടാൻ പോവാണ്. പേടിയാവും ഗൈസ്, പേടിയാവും ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ആഡ് ചെയ്യാൻ പോകുന്നു. അങ്ങനെ നമ്മുടെ നൂഡിൽ ബോയിൽ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ നൂഡിൽ കുക്കായി. ഇനി നമുക്ക് ഇത് ഡ്രെയിൻ ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ച് നല്ലോണം ഇതിൻ്റെ സ്റ്റാർച്ച് കണ്ടന്റും ഇതിൻ്റെ ചൂടും കാണണം, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് കുക്കായി പോകും, പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മളിത് നല്ലോണം ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നൂഡിൽ. ഇനി നമ്മൾ ഇതിലേക്ക് സോസൊക്കെ ആഡ് ചെയ്യണം. ഒരെണ്ണത്തിൽ 8 സ്പൂൺസും മൊത്തത്തിൽ 40 സ്പൂൺസും കൊടുക്കും. നല്ലൊരു ശരിക്കും ഒരു സോസിന്റെ സ്മെല്ലുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, നമുക്കിത് നമുക്കിനി നല്ലോണം ഇതിന്റെ കളർ വരും. അതെ, മിക്സ് ചെയ്തെടുക്കും. ഇത് വളരെ എന്താ പറയാ, നല്ല ഭംഗിയുണ്ട്. അതെ, പട്ടികളുടെ പരിപാടിയായിട്ട് ഭംഗിയായി കഴിച്ചു കഴിഞ്ഞാ വേണ്ടെന്ന് പറയൂ. നമ്മളിങ്ങനെ കഴിക്കണം, എല്ലാവരും നമ്മൾ ഈക്വലായിട്ട്. ഡിവൈഡ് ചെയ്യാൻ പോകും. ഈ ഫ്ലേക്സ് നമ്മൾ ലാസ്റ്റ് ആണ് ആഡ് ചെയ്യണത്. ഇതൊരു ടോപ്പിങ്സ് പോലെ നമ്മൾ ആഡ് ചെയ്യണം. എന്നുവെച്ചാൽ ഗാർണിഷ് ആണ്, അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ആണ് ആഡ് ചെയ്യണം. ഫ്ലേക്സ് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. റെഡി റെഡി. ഓക്കെ, ഭക്ഷണത്തിൽ ഓക്കെ. നല്ലൊരു ഉണ്ട്, നല്ലൊരു ഉണ്ട്. സാധാരണ നല്ലൊരു ഉണ്ട്. ഫുള്ള് തൊണ്ടാകത്തര നെഞ്ചി അത്ര അല്ല, നല്ല എരിവുണ്ട്.
എവിടെ വന്നിട്ടില്ല. എടുക്കാൻ പറ്റില്ല. എന്നാ ശരി തോട്ടു. ഇതാ വല്ലോ ഇല്ല ഞാൻ ട്രൈ ചെയ്യട്ടെ. ലോകം കട അടുത്ത് വരാൻ നല്ലൊരു ഉണ്ടാ. എനിക്ക് ചലഞ്ച് തരുമ്പോ ഇതെന്റെ ബോഡിയാണ്. ഒരു വെട്ടി നൂഡിൽസ് പാടില്ല. ഇതേ വീട്ടിൽ അല്ല നൂഡിൽസ് ആക്കിണ്ട്. ഫിനിഷ് ആയിട്ടില്ല. അങ്ങനെ കഴിഞ്ഞോ? ഇനി കഴിച്ചിട്ട് അറിയില്ല. കഴിക്കുമ്പോഴും ഇല്ല. അതെ ശ്വാസം എടുക്കുമ്പോഴും നല്ല എരിവുണ്ട്. ഡോണ്ട് ട്രൈ ദിസ്. കഴിക്കുമ്പോ അവസ്ഥ ആലോചിച്ചിട്ട് പറ്റുള്ളൂ എനിക്ക്. ഫസ്റ്റ് അയ്യോ ഞാൻ കണ്ണീർ തൊട്ട്. അയ്യോ കണ്ണി തൊട്ട് പോയിക്കൊണ്ടിരിക്കാണ്. ഞാൻ ഒരു തമാശ പറഞ്ഞതല്ല. നല്ല എരിവുണ്ട്. ആൾക്കാർക്ക് ഉണ്ടാവും രക്ഷയില്ല. നല്ല എരിവുണ്ട് വെച്ചാൽ നല്ല എരിവുണ്ട്. വയറിയാണ്. അതെ ഞങ്ങൾ രണ്ടുപേരാണ് ഫുള്ള് കഴിച്ചത്. അത്തോട് പറ ഇപ്പോഴും പോകണ്ട. നല്ല ഞങ്ങളൊക്കെ ട്രെയിൻഡ് എക്സ്പേർട്ട് ആണ്. അത് കാരണം എനിക്ക് സ്പൈസി ലവറാണ്. പക്ഷെ നമ്മൾ വിചാരിക്കണ സ്പൈസി അല്ല ഇത്. നമ്മുടെ ടേസ്റ്റിന് കഴിക്കാൻ പാടില്ല. ആദ്യം അയ്യോ പിന്നെ എരിയണം. നമ്മളെല്ലാവരും ഗ്രീൻ ചില്ലി ഒക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എക്സ്ട്രീമാണ്. സ്പൈസില്ല. അയ്യോ പാവം. ഭയണ്ട ഗ്രീൻ ചില്ലി ഒക്കെ കഴിക്കാറുള്ള വ്യക്തിയാണ്. പക്ഷെ എന്താ ചെയ്യാ, ഞാൻ എൻജോയ് ചെയ്ത് കഴിച്ചു. ഇന്ന് നമുക്ക് പ്ലേറ്റ് റിവ്യൂ ചെയ്യാം. ഇതാണ് ബയ്യന്റെ പ്ലേറ്റ്. ഏറ്റവും കുറവ്. ഓക്കെ 624. ഇതാണ് ഞാൻ പയ്യനെ തോപ്പിച്ച് അല്ല കൂടുതൽ ബാക്കി. അയ്യോ സോറി. അതെ അപ്പൊ ആക്ച്വലി ഫസ്റ്റ് സെക്കൻഡ് ഞങ്ങളാണ് ഫിനിഷ് ചെയ്തത്. ഇത്രയും പറയാൻ എത്ര ഐസ്ക്രീം കഴിച്ചിട്ട് മതിയാവും കേട്ടാ. സീനാണ്. പക്ഷെ ആദ്യം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പക്ഷെ നല്ല എരിവുണ്ട് കഴിച്ച് കഴിയുമ്പോ. സത്യം പറയാല എനിക്കില്ലേ ഈ രണ്ട് സൈഡും എന്താ പോലെ വന്നു. അത്രയ്ക്ക് എരിവാണ്. നിങ്ങൾ കഴിക്കരുത്. ഞാൻ പറഞ്ഞു അനുഭവത്തിൽ സത്യമായിട്ട് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ഞാനിപ്പോ ഓക്കെ പേടിക്കേണ്ട ആവശ്യമില്ല.